to Ants and Chocolates. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് കിഡ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ മാഗി നൂഡിൽസ് ആണ്. അപ്പോൾ ഈ മാഗി നൂഡിൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നത്. ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ്. നോർമലായിട്ട് ഉണ്ടാക്കാണ്ട് മാഗി ബേൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. 2 സവോള, 2 തക്കാളി, കുറച്ച് കടല, പിന്നെ കുറച്ച് മല്ലിയില, സോസ്, ഇതൊക്കെയാണ്. അപ്പോൾ നല്ല പോലെ ചെറുതായിട്ട് നമ്മൾ സവോള ഒന്ന് അരിയാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ നല്ലോണം ചെറുതായിട്ട് അരിയാം. പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിനെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ പൊടിയായിട്ട് നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ നല്ല പോലെ ക്രഷ് ചെയ്ത് നല്ല പൊടിയായിട്ടാക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വറുക്കാനാണ് പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓൾറെഡി വറുത്തതാണ്. കുറച്ചും കൂടെ ക്രിസ്പി ആവാൻ ഞാൻ ഒന്നും കൂടെ അതൊന്ന് വറുത്ത്, അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൗണിഷ് കളർ വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഞാനതൊന്ന് വറുത്തെടുത്ത്. അപ്പം നല്ലോണം ബ്രൗണായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ? പിന്നെ ഇനി നമ്മുടെ നൂഡിൽസാണ്. അപ്പോൾ ഈ നൂഡിൽസിനെ നമ്മൾ നല്ലപോലെ അതിൽ ചേർത്തിട്ട് പാനിലിട്ട് വറുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ലോണം വറുക്കുക. ഓക്കെ, ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കുക. ഓക്കെ, നമ്മുടെ നൂഡിൽസ് ഏകദേശം ബ്രൗണിഷായി. ഇപ്പോൾ ഇത്രത്തോളം മതി, കൂടുതൽ നമ്മൾ കരിയാൻ നിൽക്കണ്ട. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളത് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പാനിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പം നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് കുറച്ച് സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സോസും പിന്നെ നമ്മുടെ മാഗിയുടെ മസാലയാണ്. അപ്പം നമ്മളിവിടെ ഹാഫ് ലെമനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, 2 സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോസ് എടുത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ സോസ്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാഗി മസാലയാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അധികം നമ്മൾ വേറെ ഒന്നും ചേർത്തുന്നില്ല. അപ്പോൾ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലെമനും കൂടെ നല്ലോണം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കടലയാണ് ചേർത്താൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കടല ചേർത്ത് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പൊന്നും വേണ്ട, മാഗി മസാലയിൽ തന്നെ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം, കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം, എന്നാലാണ് അതിൽ മസാല എല്ലാം നൂഡിൽസിൽ പിടിക്കുള്ളൂ. ഏകദേശം നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിനും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. നല്ല മസാലയും എല്ലാം നല്ലോണം പിടിച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ഡിഷാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൈയും കൂടെ യൂസ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത ശേഷം തന്നെ നമ്മുടെ മാഗി ബേൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. ബൈ.